അങ്ങനെ ഈ തവണത്തെ അവധിക്കാലം നേരെ മൂന്നാറിലോട്ടൊരു ട്രിപ്പ് ഫാമിലിയെ വിട്ടാലോ എന്ന് തീരുമാനിച്ച് ഞാനും അളിയനും കൂടെ. എല്ലാ തവണയും ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾ സാധാരണ നോർമൽ റൂമുകളാണ് സ്റ്റേ ചെയ്യാൻ എടുക്കാറുള്ളത്. പക്ഷേ ഈ തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി അളിയനൊരു അടിപൊളി പ്ലേസ് സജസ്റ്റ് ചെയ്തു. എന്നാൽ പോയി കളഞ്ഞേക്കാമെന്ന് ഞങ്ങൾ. മൂന്നാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാറുകളായ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയുടെ സംഗമസ്ഥാനമാണ് മൂന്നാർ. തെക്കേ ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ. വിശാലമായ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ചെറുപട്ടണങ്ങൾ, വളഞ്ഞു ഉയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ, അവധി ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നാർ ഇന്ന് ഏറെ ജനകീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പുൽമേടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗിയൊരുക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ താമസിച്ചിടവും ആ സ്ഥലമൊക്കെയാണ്. തൊണ്ടമാൻകോട്ട രാജപ്പാറ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. ഇടുക്കിയിലെ മൂന്നാറിൽ നിന്ന് 41 കിലോമീറ്റർ അകലെയാണ് തൊണ്ടമാൻകോട്ട സ്ഥിതി ചെയ്യുന്നത്. മൂടൽമഞ്ഞിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന പച്ചപ്പിൻ്റെ നടുവിൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന മൂടൽമഞ്ഞുള്ള മലയാണ്. തമിഴ്നാട് ഭരണാധികാരിയായ തോണ്ടമാനുമായി ഈ പേരിന് പിന്നിലെ ഇതിഹാസം ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം തൻ്റെ എല്ലാ നിധികളും ഈ കുന്നിൽ തൻ്റെ ശത്രുക്കളിൽ നിന്ന് മറച്ചുവെച്ചു. വ്യൂ പോയിന്റിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നവരെ അവസാനം 1 കിലോമീറ്റർ ദൂരം കുറച്ച് ഓഫ് റോഡിലൂടെയാണ് ആരംഭിക്കുന്നത്. തമിഴ്നാട് ഭൂപ്രകൃതിയുടെയും തേനി ദേവാര പ്രദേശങ്ങളുടെയും മനോഹരമായ കാഴ്ച നമുക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് കുന്നിൽ കയറണമെങ്കിൽ അതല്പം സാഹസികമാണ്. 4 കിലോമീറ്റർ ചെറിയ ട്രക്കിംഗ് ആണെങ്കിലും ഇടതൂർന്ന വനം, കുറ്റിക്കാടുകൾ നിറഞ്ഞ വഴി കണ്ടെത്തുന്നവരെയുള്ള ബുദ്ധിമുട്ടാണ്. ആനകളുടെയും കാറുകളുടെയും സാന്നിധ്യവും വഴിതെറ്റാനുള്ള സാധ്യതയും ഉണ്ട്. അവിടുത്തെ 9 ആൻസ് ഹൈഡ് ഔട്ടിൽ ആയിരുന്നു ഞങ്ങളുടെ താമസം. അവിടേക്ക് എത്തിച്ചേരാൻ ഇത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ കാറ് അങ്ങ് റൂം വരെ എത്തില്ല. അവർ ജീപ്പിൽ വന്നാണ് ഞങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുപോയത്. അത്രയ്ക്ക് ഓഫ് റോഡായിരുന്നു. ചുറ്റും കൊടുങ്കാടും. വണ്ടി ഓടിക്കുന്ന ആ ചേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി അവർ വരുന്ന വഴിക്ക് അവർ വണ്ടി ഇട്ടിട്ട് ഓടി എന്നൊക്കെ. അപ്പോൾ മനസ്സിലൊരു ചെറിയ ഭയമൊക്കെ തോന്നിയെങ്കിലും പക്ഷേ ഇത്തിരി അഡ്വഞ്ചർ ആണെങ്കിലും 9 ആൻസ് ഹൈഡ് ഔട്ട് ഒരു കിടു എക്സ്പീരിയൻസ് തന്നെ. കാടിൻ്റെ ചുറ്റും ഉള്ള ആ അടിപൊളി മനസ്സ് ശാന്തമാക്കാൻ പറ്റിയൊരിടം. എന്തു പറയാൻ, നിങ്ങൾക്ക് ഫാമിലിയെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ആംബിയൻസ് എല്ലാം അവിടെയുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയിട്ടില്ല, അമ്മാതിരി വൈബിടം തന്നെ എന്ന് പറയാം. നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. മൂന്നാർ പോകുമ്പോൾ ഒരു കിടു അനുഭവം ആയി.